ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞൊഴുകി. അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വരും മണിക്കൂറുകളിലും മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഹരിയാനയിലും പഞ്ചാബിലും മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ജിഷ്ണു, വലിയ ശക്തമായ മഴ തന്നെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ലഭിക്കുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? രോഹിണി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹിയുടെ സമീപ പ്രദേശങ്ങളിൽ ഹരിയാന, പഞ്ചാബ്, ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഇടവിട്ട കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ ഇന്നലെ രാത്രിയും കനത്ത മഴ അനുഭവപ്പെട്ടു. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് അടുത്ത 24 മണിക്കൂറിലും ഇടവിട്ട കനത്ത മഴയുണ്ടാകും എന്നുള്ളതാണ്. യമുനാ നദിയിൽ ജലനിരപ്പ് അപകട നിലയും കവിഞ്ഞുകൊണ്ട് അതും കഴിഞ്ഞ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. യമുനാ നദിക്ക് കരയിൽ താമസിക്കുന്നവരോടും സമീപ പ്രദേശങ്ങളിലുള്ളവരോടും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹി സർക്കാർ ഷെൽട്ടറുകൾ തുറന്നു, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടേക്ക് ആളുകളെ മാറ്റി തുടങ്ങി. അതീവ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം. ഹരിയാനയിലും പഞ്ചാബിലും ഇന്ന് മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ഇവ സംബന്ധിച്ച് വിലയിരുത്തും. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മഴയും കനത്ത മഴയും മിന്നൽ പ്രളയവുമെല്ലാം വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കണക്കെടുപ്പ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. നിരവധി ജീവനുകൾ നഷ്ടമായി. ജമ്മു ശ്രീനഗർ ദേശീയപാത നിരവധി തവണ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണയും കനത്ത മഴ തുടരുകയാണ്. മലയോര മേഖലയിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിലും ഇടവിട്ട കനത്ത മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. രോഹിണി.